സ്വത്തുമൊക്കെ എത്ര കിട്ടിയാലും ആർത്തി തീരാത്ത ചില മനുഷ്യരുണ്ട്. സ്വന്തം ബന്ധങ്ങൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്തവർ. വെറും ഒരു കാറിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് മലപ്പുറത്ത് 3 യുവാക്കൾ സ്വന്തം മാതൃ സഹോദരന്റെ ജീവനെടുത്തത്. കൊല്ലപ്പെട്ട കുടശ്ശേരിപ്പാറ സ്വദേശി മുസ്തഫയും സഹോദരി ഭർത്താവും ചേർന്നാണ് കാർ വാങ്ങിയത്. എന്നാൽ കാർ പിന്നീട് മുസ്തഫ സ്വന്തമാക്കിയെന്നാരോപിച്ച് പലതവണ ഇരുകൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായി. ഒടുവിൽ പകമൂത്ത് കാർ കത്തിച്ച പ്രതികൾ പിന്നീട് മുസ്തഫയെ ആക്രമിച്ച കേസിൽ ജയിലിലുമായി. ഇതിന്റെ വൈരാഗ്യത്തിൽ ജാമ്യത്തിലിറങ്ങി ദിവസങ്ങൾക്കകമാണ് സംഘം ചേർന്ന് മുസ്തഫയെ വെട്ടിക്കൊന്നത്. നടുക്കമുണ്ടാക്കുന്ന ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പട്രോളിൽ ആദ്യം. സ്വാഗതം. മലപ്പുറം ആദവനാട് കുടുംബ വഴക്കിനെ തുടർന്ന് മാതൃ സഹോദരനെ യുവാക്കൾ കുത്തിക്കൊലപ്പെടുത്തി. കുടശ്ശേരിപ്പാറ ആനപ്പടിക്കൽ മുസ്തഫ എന്ന 40-കാരനാണ് കൊല്ലപ്പെട്ടത്. മുസ്തഫയുടെ സഹോദരിയുടെ മക്കളാണ് കൊലപാതകം നടത്തിയത്. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻപും മുസ്തഫയെ ആക്രമിച്ച പ്രതികൾ ആ കേസിൽ ദിവസങ്ങൾക്ക് മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത്. കാറിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ കുറെ കാലമായി സംഘർഷം നിലനിൽക്കുകയായിരുന്നു. ആദവനാട് കുടശ്ശേരിപ്പാറയിൽ ശനിയാഴ്ച രാവിലെ 10:30-യോടെയാണ് ക്രൂരമായ കൊലപാതകം അരങ്ങേറിയത്. 40-കാരനെ സഹോദരിയുടെ മക്കൾ മാരകായുധങ്ങളുമായി എത്തി ആക്രമിക്കുകയായിരുന്നു. കുടശ്ശേരിപ്പാറ ആനപ്പടിക്കൽ മുസ്തഫയാണ് കൊല്ലപ്പെട്ടത്. മുസ്തഫയുടെ സഹോദരിയുടെ മക്കളായ സൈനുലാബിദ്, സക്കീർ ഹുസൈൻ, സൽമാൻ ഫാരിസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസ്തഫയെ മുമ്പും ഇവർ ആക്രമിച്ചിരുന്നു. ശനിയാഴ്ച രാവിലെ 10:30-യോടെ മുസ്തഫയും സഹോദരൻ അബ്ദുള്ളയും വീട്ടിൽ നിന്ന് ബൈക്കിൽ റോഡിലേക്ക് ഇറങ്ങുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. ഈ സമയം ഓട്ടോറിക്ഷയിൽ ഇവിടെ എത്തിയ പ്രതികൾ ഓട്ടോ ഉപയോഗിച്ച് ബൈക്ക് ഇടിച്ചു വെട്ടിയ ശേഷം മുസ്തഫയെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇടിച്ചിട്ടതിന് പിന്നാലെ ബൈക്കിന് തീയിട്ട പ്രതികൾ വടിവാളടക്കമുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് മുസ്തഫയെ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മുസ്തഫ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. ആക്രമണത്തിൽ സഹോദരൻ അബ്ദുള്ളയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വണ്ടിയിട്ട് വന്നിട്ട് കയറ്റിയാണ് അവർ എന്തെങ്കിലും പ്രശ്നം എന്തായിരുന്നു? കേസുണ്ട്. സ്വത്ത് തർക്കാണോ? അല്ല. നിങ്ങൾക്ക് പരിക്കേറ്റോ? വണ്ടി കയറ്റി. ഇരുകൂട്ടരുമായി കുടുംബതർക്കത്തിന്റെ പേരിൽ കേസ് നിലവിലുണ്ട്. മുമ്പും ഇവർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. അന്ന് ഇതേ പ്രതികൾ മുസ്തഫയുടെ സ്വിഫ്റ്റ് കാർ കത്തിക്കുകയും ചെയ്തു. മുമ്പ് മുസ്തഫയെ ആക്രമിച്ച കേസിൽ പ്രതികൾ ദിവസങ്ങൾക്ക് മുമ്പാണ് ജയിലിൽ നിന്നിറങ്ങിയതെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 തിരൂർ. ആലപ്പുഴ ആര്യാട് ലഹരി കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയെ തുടർന്ന് യുവാവിനെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. ആര്യാട് പഞ്ചായത്ത് 8-ാം വാർഡ് മുരിയംവെളിയിൽ അജിയുടെ മകൻ അഖിലാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. കായംകുളം സ്വദേശി ഷെൽജാദിന്റെ നേതൃത്വത്തിലായിരുന്നു കൊലപാതകം. കായംകുളം കേന്ദ്രീകരിച്ച് ലഹരി വിൽക്കുന്ന സംഘത്തിന്റെ തലവനാണ് ഇയാളെന്നാണ് വിവരം. കൊല്ലപ്പെട്ട അഖിലിനും ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. ആലപ്പുഴയിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ വന്ന 3 പേരാണ് 24 വയസ്സുള്ള അച്ചു എന്ന അഖിലിനെ കുത്തിക്കൊന്നത്. വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കിയെത്തിയ 3 പേരിൽ 2 പേർ അഖിലിന്റെ വീടിനു മുന്നിൽ ഓട്ടോ ഇറങ്ങി. ഒരാൾ വാഹനത്തിൽ കാത്തിരുന്നു. ഈ സമയം വീടിനോട് ചേർന്ന ഷെഡിലാണ് അഖിലുണ്ടായിരുന്നത്. വീടിന്റെ ഗേറ്റ് ചാടിക്കടന്ന് ഷെഡിൽ കയറിയ 2 പേർ അഖിലിനെ 3 തവണ കുത്തുകയായിരുന്നു. പിന്നാലെ പ്രതികൾ ഓട്ടോറിക്ഷയിൽ രക്ഷപ്പെട്ടു. ഓടിക്കൂടിയ നാട്ടുകാർ അഖിലിനെ ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ബംഗളൂരുവിൽ നിന്ന് ലഹരി കടത്തുന്ന സംഘത്തിലെ കണ്ണിയായ അഖിലും കായംകുളം കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തുന്ന സംഘവും തമ്മിൽ കഴിഞ്ഞ ദിവസം ബാറിൽ തർക്കവും അടിപിടിയും ഉണ്ടായിരുന്നു. അപ്പോൾ അഖിലിനെ കൊല്ലുമെന്ന് എതിർ സംഘം ഭീഷണി മുഴക്കിയതായും പറയുന്നു.
കായംകുളം കേന്ദ്രീകരിച്ച് ലഹരി വിൽക്കുന്ന സംഘത്തിന്റെ തലവൻ ഷൽജു എന്ന ഷൽജാദിന്റെ നേതൃത്വത്തിലായിരുന്നു കൊലപാതകമെന്ന് പോലീസ് വ്യക്തമാക്കി. സംഘാംഗങ്ങളെപ്പറ്റി സൂചന ലഭിച്ചതായാണ് വിവരം. ഇതിൽ ഒരാൾ അഖിലിന്റെ സുഹൃത്താണെന്നും സൂചനയുണ്ട്. ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെട്ട സംഘം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോയതായാണ് സംശയം. ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല. പ്രതികൾ ഉടൻ വലയിലാകുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ആലപ്പുഴ. കൊല്ലം കുളത്തൂപ്പുഴയിൽ മാതാവിന്റെ മരണം ആരെയും അറിയിക്കാതെ മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ച് 5 ദിവസത്തോളം പൂജ നടത്തി മകൻ. കുളത്തൂപ്പുഴ RPL എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ചിന്നരമുവിന്റെ മൃതദേഹമാണ് മകൻ കൃഷ്ണസ്വാമി മുറിയിൽ സൂക്ഷിച്ച് പൂജ ചെയ്തത്. വയോധികയായ അമ്മയെ പരിചരിച്ചിരുന്നത് കൃഷ്ണസ്വാമിയായിരുന്നു. മുത്തശ്ശിയെ കാണാൻ കൃഷ്ണസ്വാമിയുടെ മകൾ വീട്ടിലെത്തിയതോടെയാണ് മരണവിവരം പുറംലോകമറിഞ്ഞത്. കൃഷ്ണസ്വാമിക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായാണ് സൂചന. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മാതാവ് മരിച്ച ദിവസങ്ങളായിട്ടും സമീപവാസികളെയോ ബന്ധുക്കളെയോ അറിയിക്കാതെ വീട്ടിനുള്ളിൽ കട്ടിലിൽ പുതച്ചു കിടത്തി പൂജ ചെയ്തു മകൻ. കുളത്തുപുഴ RPL എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ചിന്നരമ്മുവിന്റെ മൃതദേഹമാണ് മകൻ കൃഷ്ണസ്വാമി മുറിയിൽ സൂക്ഷിച്ച് പൂജ ചെയ്തത്. കാസർഗോഡ് നിന്നും കൃഷ്ണസ്വാമിയുടെ മകൾ മുത്തശ്ശിയെ കാണാൻ എത്തിയപ്പോഴാണ് സംഭവം പുറം ലോകം അറിയുന്നത്. തുടർന്ന് പ്രദേശവാസികൾ വാർഡ് മെമ്പറെ വിവരമറിയിക്കുകയും വാർഡ് മെമ്പർ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. കുളത്തുപുഴ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മകനെ അന്വേഷണ വിധേയമായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വീട്ടിന്റെ അകത്ത് ആരെയും കയറ്റത്തില്ല. അമ്മയ്ക്ക് സുഖമില്ലാതെ കാണാൻ ആരെങ്കിലും വീട്ടിന്റെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ ബന്ധുക്കളോ വന്ന് അകത്ത് കയറ്റത്തില്ല. അദ്ദേഹം ഇച്ചിരി മാനസികമായിട്ടുള്ള പ്രശ്നമുള്ള ഒരു ആളാണ് അദ്ദേഹം. ഇപ്പൊ 2-3 ദിവസമായി മരണപ്പെട്ടിട്ടാണ് അദ്ദേഹം പറയുന്നത്. ബുധനാഴ്ചയാണ് ചിന്നരമ്മു മരിച്ചതെന്നാണ് വിവരം. തുടർന്ന് മൃതദേഹത്തിൽ ഭസ്മമടക്കം പൂശി മുറിക്കുള്ളിൽ വെച്ച് കൃഷ്ണസ്വാമി പ്രത്യേക പൂജകൾ നടത്തി വരികയായിരുന്നു. കൃഷ്ണസ്വാമിയും അമ്മയും മാത്രമായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. അമ്മയുടെ മരണത്തിലുണ്ടായ കടുത്ത മാനസികാഘാതവും ദുഃഖവും കാരണമാണ് മകൻ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം. കൃഷ്ണസ്വാമിക്ക് മാനസിക ആസ്വാസ്ഥ്യം ഉള്ളതായും പറയുന്നുണ്ട്. മരണത്തിൽ മറ്റു ദുരൂഹതകളൊന്നുമില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 പുനലൂർ. മദ്യം അകത്ത് ചെന്നു കഴിഞ്ഞാൽ പിന്നെ ചിലർക്ക് മനോനില തന്നെ താളം തെറ്റും. ചെറിയ തർക്കങ്ങളിൽ പോലും ഏറെ അക്രമ സ്വഭാവത്തോടെ പെരുമാറും. മുൻവൈരാഗ്യമുള്ളവരെ കണ്ടാൽ പറയുകയും വേണ്ട. കഴിഞ്ഞ ദിവസം ആലുവ മണപ്പുറത്ത് ബൈക്ക് കത്തിച്ചതും മദ്യപന്മാർ തമ്മിലുള്ള സംഘർഷത്തിനിടയിലാണ്. കരിമുകൾ സ്വദേശി യദുവിന്റെ ബൈക്കാണ് കത്തിച്ചത്. സംഭവത്തിൽ പ്രതി സത്യൻ പോലീസ് പിടിയിലായി. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടുകൂടിയായിരുന്നു സംഭവം. ആലുവ പുഴയിൽ ചൂണ്ടയിടാൻ എത്തിയതായിരുന്നു യദു. തുടർന്ന് പെരുമ്പാവൂർ അല്ലപ്ര സ്വദേശി സത്യനുമായി തർക്കമുണ്ടായി. ഇരുവരും മദ്യപിച്ചിരുന്നതായാണ് പോലീസ് പറയുന്നത്. തർക്കം പിന്നീട് യദുവിന്റെ വാഹനം കത്തിക്കലിൽ കലാശിച്ചു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തിയെങ്കിലും ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാരാണ് പിടികൂടി പോലീസിന് കൈമാറിയത്. മാസങ്ങൾക്ക് മുൻപ് സത്യനും മണപ്പുറത്ത് ചായക്കച്ചവടത്തിനെത്തിയ സംഘത്തിലെ ഒരാളും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. അന്ന് ഇരുവരെയും പിടിച്ചുമാറ്റിയത് യദുവായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ലഹരി സംഘങ്ങൾ വിഹരിക്കുന്ന ഇടമാണ് ആലുവ മണപ്പുറം പരിസരം. 8 പോസ്റ്റ് വേണമെന്ന ആവശ്യത്തോട് അധികാരികൾ മുഖം തിരിക്കുകയാണെന്ന ആക്ഷേപവും നാട്ടുകാർക്കുണ്ട്. കൊച്ചി. തിരുവനന്തപുരം നരുവാമൂട്ടിൽ തമിഴ്നാട് സ്വദേശിയായ 55-കാരനെ ഭാര്യയും മക്കളും ചേർന്ന് വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ മക്കൾ പിടിയിലായി. ശിവ, ഹരികൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത്. കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഇവർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. പിതാവ് വേറെ വിവാഹം കഴിച്ചതും സ്വത്ത് തർക്കവുമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. നരുവാമൂട് പോലീസ് സ്റ്റേഷൻ
ജൂൺ 26 പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. 55-കാരനെ ഭാര്യയും മക്കളും ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നാണ് കേസ്. നരുവാമൂട് വള്ളംകെട്ടുവിളയിൽ സ്ക്രാപ്പ് ഷോപ്പ് നടത്തുന്ന തിരുനെൽവേലി സുബയാപുരം തേവർക്കുളം സ്വദേശി മുരുകനാണ് ആക്രമണത്തിന് ഇരയായത്. നെടുമങ്ങാട് കരകുളത്തുള്ള ഭാര്യ സെൽവി, മക്കളായ ശിവ, ഹരികൃഷ്ണൻ എന്നിവർ ചേർന്ന് സ്ഥാപനത്തിൽ ഉറങ്ങിക്കിടന്ന സമയത്ത് ആക്രമിക്കുകയായിരുന്നെന്നാണ് മുരുകൻ പോലീസിന് നൽകിയ മൊഴി. സംഭവശേഷം ഇവർ ബൈക്കുകളിൽ കടന്നുകളയുകയായിരുന്നു. പ്രതികൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതോടെയാണ് അറസ്റ്റ് വൈകിയത്. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ പ്രതികൾ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. മുരുകന്റെ മൂത്ത മകൻ ശിവകുമാർ, രണ്ടാമത്തെ മകൻ ഹരികൃഷ്ണൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുരുകൻ വേറെ വിവാഹം കഴിച്ചു എന്നറിഞ്ഞതിലെ വിരോധമാണ് ആക്രമണത്തിന് കാരണമായി പോലീസ് പറയുന്നത്. ഇവർ തമ്മിൽ സ്വത്ത് തർക്കവും നിലവിലുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. 1000 കോടിയുടെ ഫൈറ്റർ ഡ്രഗ് കടത്ത് കേസിലെ മുഖ്യ സൂത്രധാരന്മാർ കൊച്ചിയിൽ പിടി. വൈക്കം മുതൽ ഇടപ്പള്ളി വരെ പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ചേസ് ചെയ്ത് സിനിമാ സ്റ്റൈലിലാണ് കേന്ദ്ര ഏജൻസികൾ പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം സ്വദേശി ഉമേഷ് കുമാർ, മലപ്പുറം സ്വദേശി ഫിർദോസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിലെ മറ്റൊരു പ്രതിയായ ബംഗളൂരു സ്വദേശിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കിലോ വരുന്ന 12 കോടി ട്രാമഡോൾ ഹൈഡ്രോക്ലോറൈഡ് ഗുളികകൾ കടത്താൻ ശ്രമിച്ച സംഘത്തിലെ കണ്ണികളാണ് പിടിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച 2 പേരെയും ഒരാളെ ബംഗളൂരുവിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രതികളെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാർക്കറ്റിൽ 1000 കോടി വില വരുന്ന ചരക്ക് ദില്ലിയിലെ ഗോഡൌണിൽ നിന്നാണ് പിടികൂടിയിരുന്നത്. ലിബിയയിലേക്ക് കടത്താനായിരുന്ന ഗുളികകളാണിവ. തുടർന്ന് കസ്റ്റംസ്, DRI, സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് എന്നിവർ ഓപ്പറേഷൻ വജ്രയിലൂടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളിലേക്ക് എത്തിയത്. വൈക്കം മുതൽ ഇടപ്പള്ളി വരെ പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ചേസ് ചെയ്ത് ഇടപ്പള്ളി ലുലു മോളിന് സമീപം വാഹനം വട്ടം വെച്ചാണ് 2 പേരെയും കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരം സ്വദേശി ഉമേഷ് കുമാർ, മലപ്പുറം സ്വദേശി ഫിർദോസ് എന്നിവർ നിലവിൽ റിമാൻഡിലാണ്. ലഹരിയായി ഉപയോഗിക്കാറുള്ള ഉഗ്രശേഷിയുള്ള വേദന സംഹാരിയാണ് ട്രാമഡോൾ. ഇന്ത്യയിൽ ഇവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി തൊടുപുഴയിൽ പോലീസ് വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെടുത്ത സംഭവത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കരിമണ്ണൂർ സ്റ്റേഷനിലെ SI NS റോയി, CPO ജിജു ആന്റണി എന്നിവർക്കാണ് സസ്പെൻഷൻ. ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ എറണാകുളം റേഞ്ച് DIG ആണ് നടപടിയെടുത്തത്. പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നുവെന്ന് രക്തപരിശോധനാ ഫലം പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ നടപടി. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സര ദിവസം തൊടുപുഴ മങ്ങാട് കവലയിൽ ഡ്യൂട്ടിക്കെത്തിയ ഇരുവരെയും തടഞ്ഞുവെച്ച നാട്ടുകാരാണ് വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പിയും പുകയില ഉൽപ്പന്നങ്ങളും ചീട്ടും കണ്ടെടുത്തത്. ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ മത്സരത്തിനിടെ തിങ്കളാഴ്ച പുലർച്ചെയാണ് തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയത്. സംശയം തോന്നിയ നാട്ടുകാർ ഇരുവരെയും തടഞ്ഞുവച്ചു. വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പിയും ലഹരി വസ്തുക്കളും ചീട്ടും കണ്ടെടുത്തു. പ്രാഥമിക പരിശോധനയിൽ ഉദ്യോഗസ്ഥൻ മദ്യപിച്ചിരുന്നു എന്ന് കണ്ടെത്താനായില്ല എന്നായിരുന്നു പോലീസിന്റെ വാദം. പിന്നാലെ പോലീസുകാരെ തടഞ്ഞുവച്ച് നാട്ടുകാർക്കെതിരെ കേസെടുത്തു. കാക്കനാട് റീജിയണൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നുവെന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ ഔദ്യോഗിക കൃത്യം തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് 200ഓളം നാട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കേസെടുത്ത പോലീസ് നടപടി പ്രതികാര നടപടിയായിരുന്നുവെന്ന് കേസിൽ പ്രതി ചേർക്കപ്പെട്ടവർ പറയുന്നു. പ്രധാനമായും ഞങ്ങൾ ഇനി പോലീസിനെ ആശ്രയിക്കുന്നില്ല. ഞങ്ങൾ കോടതിയെ ആശ്രയിച്ച് തന്നെ ഞങ്ങൾക്കെതിരെ എടുത്ത കേസ് ക്വാഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കും. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഇന്നലെ വ്യക്തിപരമായി SIക്കും ആരോപണവിധേയനായ SIക്കും CPOയും കോടതി കക്ഷി ചേർത്തിട്ടുണ്ട്. അവർക്ക് വ്യക്തിപരമായി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവർ മറുപടി നൽകണം. അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച കാര്യം കൃത്യമാണ്, വളരെ വസ്തുതയാണെന്നും ബോധപൂർവം ഈ SIയുടെ മുൻകാല ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ ഇത് വ്യക്തമായി കാണാം. സംഭവത്തിൽ ഇടുക്കി SP DGPക്ക് റിപ്പോർട്ട് കൈമാറി. വിഷയത്തിൽ ഹൈക്കോടതി DGPയോട് റിപ്പോർട്ട് തേടിയിരുന്നു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുവാനാണ് നാട്ടുകാർക്കെതിരെ എടുത്ത കേസിൽ പ്രതിയാക്കപ്പെട്ടവരുടെ തീരുമാനം.
ന്യൂസ് 18 ഇടുക്കി. കൊടും കുറ്റവാളി ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടം നടന്ന് 1 വർഷം പൂർത്തിയാകുമ്പോഴും കുറ്റപത്രം നൽകാതെ അന്വേഷണ സംഘം. സംഭവത്തിൽ 4 സംഘങ്ങൾ മാറി മാറി അന്വേഷണം നടത്തിയിട്ടും എങ്ങും എത്തിയിട്ടില്ല. ജയിൽ വകുപ്പ് അന്വേഷിച്ച് 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിനപ്പുറം വകുപ്പ് തല അന്വേഷണവും പാതി വഴിയിലാണ്. സംഭവത്തെ തുടർന്ന് ജയിലിലെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും സ്ഥിതി പഴയപടി തന്നെ. ദുരൂഹത നിറഞ്ഞ കൊടും കുറ്റവാളി ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടം നടന്നിട്ട് 1 വർഷം പൂർത്തിയാകുന്നു. 2025 ജൂലൈ 24 പുലർച്ചെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10-ാം നമ്പർ അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്ന് ഒറ്റക്കൈയുള്ള ഗോവിന്ദസ്വാമി രക്ഷപ്പെട്ടത്. 3 കിലോമീറ്റർ അകലെയുള്ള തളാപ്പിലെ കിണറ്റിൽ നിന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഗോവിന്ദസ്വാമി പിടിയിലാകുന്നത്. സംഭവത്തിൽ 4 സംഘങ്ങൾ മാറി മാറി അന്വേഷണം നടത്തിയിട്ടും ഇതുവരെ കുറ്റപത്രമായിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ആദ്യ അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്തതിനാൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ജയിലണി മുറിച്ച ആയുധത്തിന്റെ സാങ്കേതിക വിവരങ്ങളെക്കുറിച്ച് കോഴിക്കോട് NIT-യിൽ നിന്നുള്ള റിപ്പോർട്ട് കിട്ടാത്തതിനാലാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിശദീകരണം. ജയിൽ വകുപ്പ് അന്വേഷിച്ച് 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിനപ്പുറം വകുപ്പ് തല അന്വേഷണവും പാതി വഴിയിലാണ്. ജയിൽ ചാട്ടം അത്യന്തം ഗൗരവതരമെന്ന് വിലയിരുത്തിയാണ് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ, മുൻ DGP ജേക്കബ് പുന്നൂസ് എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചത്. റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 മാസം അനുവദിച്ചെങ്കിലും 1 വർഷം പിന്നിട്ടിട്ടും റിപ്പോർട്ട് നൽകാനായിട്ടില്ല. നിലവിൽ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലാണ് ഗോവിന്ദസ്വാമിയെ പാർപ്പിച്ചിരിക്കുന്നത്. ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പഴയതുപോലെ തന്നെ തുടരുന്നു. മതിലിന് മുകളിലൂടെ ഫെൻസിംഗിലൂടെയുള്ള വൈദ്യുതി വിതരണം നിലച്ചിട്ട് 2 വർഷമായിട്ടും ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. 10-ാം നമ്പർ ബ്ലോക്കിന് കാലപ്പഴക്കം കാരണം ബലക്ഷയമുണ്ടായിട്ടും അറ്റകുറ്റപ്പണികൾ നടന്നിട്ടില്ല. CCTV ദൃശ്യങ്ങളുടെ പരിശോധനയും കാര്യക്ഷമമല്ല. ജയിലിൽ തടവുകാർ തമ്മിൽ ഏറ്റുമുട്ടുന്നതും പതിവാകുന്നു. തടവുകാരുടെ ബ്ലോക്കുകളിലും ജയിലിന് പുറത്തും ആവശ്യമായ വെളിച്ചമില്ല. 74 കിലോഗ്രാം ശരീരഭാരമുണ്ടായിരുന്ന ഗോവിന്ദസ്വാമി തടവ് ചാടാൻ 10 മാസം കൊണ്ട് 19 കിലോഗ്രാം ഭാരമായിരുന്നു കുറച്ചത്. നിലവിൽ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയ ഗോവിന്ദസ്വാമിയുടെ ശരീരഭാരം 55-ൽ നിന്ന് 75 കിലോ ആയി ഉയർന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥരോടും സഹതടവുകാരോടും എന്നും കലഹിച്ചിരുന്ന ഗോവിന്ദസ്വാമി ഇപ്പോൾ അടിമുടി ശാന്തനാണ്. സ്വന്തം നാടായ തമിഴ്നാട്ടിലെ ജയിലിലേക്ക് മാറ്റണമെന്നതാണ് ഗോവിന്ദസ്വാമിയുടെ ഇപ്പോഴത്തെ ആവശ്യം. ന്യൂസ് 18 കണ്ണൂർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള ലഹരിവേട്ട സംസ്ഥാനത്ത് തുടരുകയാണ്. തൃശൂരിൽ ഫിറ്റ്നസ് സെന്ററിന്റെ മറവിൽ വൻ ലഹരിമരുന്ന് വിൽപ്പന നടന്നത് പിടികൂടി. നെടുപുഴ സ്വദേശി വിഷ്ണുവും കൊലപാതക കേസിൽ ഉൾപ്പെട്ട ഇതര സംസ്ഥാനക്കാരനായ കൂട്ടാളിയുമാണ് പിടിയിലായത്. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഹെറോയിനുമായി ബംഗാൾ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. കൊല്ലം പൂയപ്പള്ളി പോലീസ് പിടികൂടിയ കഞ്ചാവ് കേസിന്റെ തുടരന്വേഷണത്തിൽ ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിച്ചിരുന്ന മുഖ്യ വിതരണക്കാരനും പിടിയിലായിട്ടുണ്ട്. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ വിവ ഫിറ്റ്നസ് സെന്ററും അനുബന്ധ സാധനങ്ങൾ വിൽക്കുന്ന പ്രോട്ടീൻ മാൾ എന്ന സ്ഥാപനവും നടത്തുന്ന നെടുപുഴ തെക്കുമുറി വാക്കയിൽ വീട്ടിൽ വിഷ്ണുവും സ്ഥാപനത്തിലെ ജീവനക്കാരനും സഹായിയുമായ അസം സ്വദേശി പ്രജാൽ ഗോഗോയുമാണ് പിടിയിലായത്. എറണാകുളം കാലടി സ്റ്റേഷനിൽ കൊലപാതക കേസിൽ ഉൾപ്പെട്ടയാളാണ് പ്രജാൽ ഗോഗോയ്. തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് സംഘവും ഈസ്റ്റ് പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഫിറ്റ്നസ് സെന്ററിന്റെ മറവിൽ വൻതോതിൽ ലഹരിമരുന്ന് വിൽപ്പന നടക്കുന്നതായ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മാരക ലഹരിമരുന്നുമായാണ് പശ്ചിമബംഗാൾ സ്വദേശിയെ പോലീസ് പിടികൂടിയത്. ബംഗാൾ മാൾഡ സാന്താപൂർ സ്വദേശി മോസ്റ്റാഫയാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന്
11.554 ഗ്രാം ഹെറോയിൻ കണ്ടെടുത്തു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഇയാളെ പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. വിശദമായ ദേഹപരിശോധനയിൽ ധരിച്ചിരുന്ന ജീൻസിന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ച നിലയിലാണ് ലഹരിമരുന്ന് കണ്ടെത്തിയത്. പിടിച്ചെടുത്ത ഹെറോയിന് വിപണിയിൽ ഏകദേശം 1 ലക്ഷം രൂപയോളം വില വരും. ചെങ്ങന്നൂർ CI രതീഷ് കുമാർ, SI പ്രദീപ് ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊല്ലം പൂയപ്പള്ളി പോലീസ് പിടികൂടിയ കഞ്ചാവ് കേസിന്റെ തുടരന്വേഷണത്തിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിച്ചിരുന്ന മുഖ്യവിതരണക്കാരനും അറസ്റ്റിലായി. 43-കാരനായ പാങ്കി മഹേന്ദ്രമാണ് പിടിയിലായത്. 1 മാസം മുമ്പ് 2.5 കിലോ കഞ്ചാവുമായി പിടിയിലായ മുകേഷിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. വിശാഖപട്ടണത്തിന് സമീപം ദുവാഡയിൽ നടത്തിയ സാഹസിക ഓപ്പറേഷനിലാണ് പ്രതിയെ പിടികൂടിയത്. ആന്ധ്രാപ്രദേശിലും കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊല്ലം റൂറൽ പോലീസിന്റെ പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കട്ടപ്പനയിലെ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ 1 കോടിയോളം രൂപയുടെ ക്രമക്കേട്. കരാർ ജീവനക്കാരായിരുന്ന 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന അശോക് വി ജോസഫ്, MIS കോർഡിനേറ്ററായിരുന്ന അഞ്ജലിദാസ് എന്നിവർക്കെതിരെയാണ് കേസ്. ഏപ്രിൽ 1 മുതൽ ഈ വർഷം ജൂൺ 30 വരെയുള്ള കാലയളവിൽ BRCയിലേക്ക് വന്ന 1 കോടിയോളം രൂപ ഇരുവരുടെയും വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നാണ് പരാതി. BRCയുടെ മേലധികാരിയായ ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ അറിയാതെ ക്രമക്കേട് നടത്തിയെന്നാണ് FIRൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മുൻപ് നടന്ന ആഭ്യന്തര ഓഡിറ്റിൽ 32 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഇരുവരെയും ജോലിയിൽ നിന്ന് പുറത്താക്കുകയും തുക തിരിച്ചടപ്പിക്കുകയും ചെയ്തിരുന്നു. രണ്ടു വർഷത്തെ ഓഡിറ്റിലാണ് 32 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. എന്നാൽ കൂടുതൽ തുകയുടെ തിരിമറി നടന്നതായി ആരോപണം ഉയർന്നു. ഇതേ തുടർന്ന് 2022 മുതലുള്ള കണക്കുകൾ പരിശോധിച്ചപ്പോഴാണ് 1 കോടിയോളം രൂപയുടെ തിരിമറി കണ്ടെത്തിയതെന്നാണ് വിവരം. ആദ്യഘട്ടത്തിൽ 32 ലക്ഷം രൂപ തിരിച്ചടപ്പിച്ചിരുന്നെങ്കിലും സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നില്ല. എന്നാൽ കൂടുതൽ ക്രമക്കേട് സ്ഥിരീകരിച്ചതോടെ BRC അധികൃതർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ന്യൂസ് 18 ഇടുക്കി. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ ടി വീണയ്ക്കും അഴിയാക്കുരുക്കായി CMRL MD ശശിധരൻ കർത്തിയുടെ മൊഴി. പിണറായിയുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് കരാർ നൽകിയതെന്നും വീണ CMRLന് സേവനം നൽകിയിട്ടില്ലെന്നും മൊഴിയിൽ പറയുന്നു. 2024 ഏപ്രിലിലെ മൊഴിയാണ് പുറത്തു വന്നത്. ഇതോടെ കേസിൽ EDയുടെ അടുത്ത നീക്കങ്ങൾ നിർണായകമാകും. വീണയുടെ വാടക വീട്ടിൽ നിന്ന് ലേക്കർ ഇന്ത്യ എന്ന മറ്റൊരു കമ്പനിയുടെ രേഖകൾ കണ്ടെടുത്തതായും ED റിപ്പോർട്ട് നൽകി. അതേസമയം എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നാണ് പിണറായിയുടെ പ്രതികരണം. പിണറായിയുമായുള്ള വ്യക്തിപരമായ അടുപ്പത്തിന്റെ പേരിലാണ് വീണയ്ക്കും കമ്പനിക്കും പണം നൽകിയതെന്നാണ് ശശിധരൻ കർത്തിയുടെ മൊഴി. വീണയോ എക്സോലോജിക്കോ CMRLന് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ലെന്നും മൊഴിയിൽ പറയുന്നു. 2024 ഏപ്രിലിൽ EDക്ക് നൽകിയ മൊഴിയുടെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 2.78 കോടി രൂപയാണ് വീണയ്ക്കും എക്സാലോജിക്കിനുമായി CMRL നൽകിയത്. നൽകാത്ത സേവനങ്ങളുടെ പേരിലാണ് വീണ പണം കൈപ്പറ്റിയതെന്ന് ED കണ്ടെത്തി. സേവനങ്ങളൊന്നും നൽകിയിട്ടില്ലെന്ന കാര്യം സമ്മതിച്ചിട്ടുണ്ടെന്ന കാര്യവും ED റിപ്പോർട്ടിലുണ്ട്. വീണയുടെ വാടക വീട്ടിൽ നിന്ന് ലേക്കർ ഇന്ത്യ എന്ന മറ്റൊരു കമ്പനിയുടെ രേഖകൾ കണ്ടെടുത്തതായും റിപ്പോർട്ടിൽ പറയുന്നു. വീണയ്ക്ക് 2 അക്കൗണ്ടുകളിലായുണ്ടായിരുന്ന 32 ലക്ഷം രൂപയും മരവിപ്പിച്ചു. മുൻപ് ചോദ്യം ചെയ്തപ്പോൾ താൻ നേരിട്ട് CMRLന് ഗൈഡൻസ് നൽകുകയായിരുന്നു എന്നാണ് വീണ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിന് തെളിവായി ഇമെയിലുകളോ മറ്റു രേഖകളോ ഹാജരാക്കാൻ അവർക്ക് സാധിച്ചില്ല. വീണയ്ക്ക് മാസം 5 ലക്ഷം രൂപയും എക്സോലോജിക്കിന് 3 ലക്ഷം രൂപയും എന്ന രീതിയിലായിരുന്നു പണമിടപാട്. കൂടാതെ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ ലോൺ നൽകിയിരുന്നെന്നും മൊഴിയിലുണ്ട്. 2014-15 കാലഘട്ടത്തിൽ നഷ്ടത്തിലായിരുന്ന എക്സോലോജിക് കമ്പനിക്ക് 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് CMRLുമായി കരാറിലേർപ്പെടാൻ കഴിഞ്ഞതെന്നും ED കണ്ടെത്തി.
അതേസമയം ശശിധരൻ കർത്തയുടെ മൊഴി തള്ളി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തി. എല്ലാം മാധ്യമ സൃഷ്ടിയാണ്, അന്വേഷണം തന്നിലേക്ക് എത്തിക്കാൻ ED ശ്രമിക്കുകയാണ്. കർത്തയുടെ മൊഴി പുറത്തുവിട്ടത് ആരെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെയെങ്കിലും എന്നിലേക്ക് എത്തിക്കാനാകുമോ എന്നാണല്ലോ പലരും നോക്കുന്നത്. എന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കും. അഥവാ വരട്ടെ എന്നെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നു. കർത്തയുടെ മൊഴിയെക്കുറിച്ച് അറിയില്ലെന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. അറിയാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. നെയ്യാറ്റിങ്കര കുറ്റ്യാണിക്കാടിൽ 20-കാരി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. സ്വകാര്യ സ്ഥാപനത്തിലെ എക്സ്റേ ടെക്നീഷ്യനായ ജ്യോതികയാണ് മരിച്ചത്. തൃശൂരിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കൈവിലങ്ങുമായി പ്രതി രക്ഷപ്പെട്ട സംഭവത്തിൽ 4 പോലീസുകാർക്ക് സസ്പെൻഷൻ. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ CPOമാരായ ബൈജു, സിനീഷ്, പ്രവീൺ, അഖിൽ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. വ്യാജ പ്രചാരണം സംബന്ധിച്ച് മുൻ മന്ത്രി PK ശ്രീമതിയുടെ പരാതിയിൽ കണ്ണൂർ ആലക്കോട് സൈബർ പോലീസ് മൊഴി രേഖപ്പെടുത്തി. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇടപെട്ടുവെന്നും ഉടൻ നടപടി ഉണ്ടായതിൽ സന്തോഷമെന്നും PK ശ്രീമതി പ്രതികരിച്ചു. തരം കിട്ടിയാൽ ആരെയും പറ്റിച്ച് കടക്കുന്ന ചിലരുണ്ട്. മുകളിലിരുന്ന് CCTV ക്യാമറകളെല്ലാം നിരീക്ഷിച്ചു തുടങ്ങിയതോടെയാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് കുറവുണ്ടായത്. എന്നാൽ ഇപ്പോഴും ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നുമുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കട കള്ളിക്കാട്ടുള്ള പെട്രോൾ പമ്പിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത പൾസർ ബൈക്കിലെത്തിയ 2 യുവാക്കൾ പെട്രോൾ നിറച്ച ശേഷം പണം നൽകാതെ കടന്നുകളയുകയായിരുന്നു. കള്ളിക്കാട് P ഫ്യൂവൽസ് ഹബ് പെട്രോൾ പമ്പിലാണ് സംഭവം. 750 രൂപയുടെ പെട്രോളാണ് ഇവർ ബൈക്കിൽ നിറച്ചത്. നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി നെയ്യാർ ഡാം പോലീസ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.